ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും എന്നെ കുഴിയിലേക്ക് എടുക്കേണ്ടി വരും. നിങ്ങൾക്കറിയോ, റൂം വിട്ട ഹോസ്പിറ്റലിൽ വിട്ട റൂം ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അറ്റൻഡൻസ് സീൻ ആയതുകൊണ്ട് എനിക്ക് ഹെൽത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. മെഡിസിൻസ് എടുക്കണോണ്ട് തന്നെ എനിക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. താല്പര്യം ഇല്ലെങ്കിലും കുടിച്ചല്ലേ പറ്റുള്ളൂ. എന്റെ അവസ്ഥ ഇപ്പൊ അതല്ലേ. ഈ ഒരു പോക്കാണെങ്കിൽ മിക്കവാറും നാട്ടിലേക്ക് വണ്ടി കയറേണ്ടി വരും കേട്ടോ. മെഡിസിൻ ഒക്കെ എടുത്തോണ്ട് ഞാൻ ഭയങ്കര ഉഷാറായിട്ടോ നിൽക്കുന്നു. ഇപ്പൊ ക്ലാസ്സിൽ കയറിയപ്പോഴാട്ടോ ഞാൻ ഓർത്തത്, വയ്യാത്ത സമയത്ത് ഞാൻ കുറച്ച് നോട്ടൊക്കെ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കുറെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും വീണു കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന്. ചൂടുവെള്ളം മാത്രം കുടിക്കാന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്റെ വിശപ്പ് അതിന് സമ്മതിച്ചില്ല ഗൈസ്. പിന്നെ രാവിലെ പറഞ്ഞ വെറുതെ ആയില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ കെട്ടും കിടക്കി എടുത്ത് പോകുന്നു. അങ്ങനെ ബയ്യൊക്കെ പറഞ്ഞ അങ്ങ് നാട്ടിൽ പോവാട്ടോ. 10-11 മണിക്കൂറിന്റെ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മള് ബസ്സിൽ എത്തിട്ടോ. എന്റെ ടെൻഷൻ ഫുൾ ഞാൻ ബസ്സിൽ കയറിയിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നായിരുന്നു. എന്തായാലും ഞാൻ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പയ്യനെ അറിയിക്കാവേ. അപ്പൊ ഓക്കെ ബൈ ടാ.